ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ലുലു മോളിലോട്ട് വന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അകത്തേക്ക് കയറി. അവിടെ ചെന്നിട്ട് ലുലു മേളിലാണ്. അപ്പം നമ്മൾ എസ്കലേറ്ററൊക്കെ കയറിയിട്ട് ചെന്നപ്പോഴത്തേനും R&Bയിൽ ഓഫർ നടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ പിന്നെ അവിടെ കയറി കുറച്ച് ഡ്രസ്സോ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം നല്ല സാധനങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി അവിടെ ഒന്ന് നോക്കി. കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പം വെറുതെ ടൈം കളയണ്ടല്ലോ എന്ന് കരുതി അവിടെ ഒന്ന് കയറി നോക്കി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എന്നാലും ഞാൻ മോനൊരു ടീഷർട്ടും എനിക്ക് 2 ക്യൂടെക്സും മോനൊരു ടോയും മാത്രം മേടിച്ചു. അതൊക്കെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ വെളിയിലിറങ്ങി വന്നപ്പോഴത്തേനും ചേട്ടൻ പറഞ്ഞു ഇവിടെ കൽക്കി മൂവ് റിലീസായിട്ടെന്ന് പറഞ്ഞു. പക്ഷേ തിയേറ്ററിൻ്റെ ഭാഗത്തോട്ട് പോയപ്പോഴത്തേനും എൻ്റെ മോൻ ബഹളം തുടങ്ങി, വേണ്ട സിനിമ കാണണ്ട, നമ്മൾ ലുലു വന്നേലെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്നും പറഞ്ഞ് അവനെ എടുത്ത് ട്രോളിയിലിട്ടിട്ട് നമ്മൾ നേരെ ലുലുവിൽ കയറി. അവിടെ വന്നിട്ട് ഞാൻ നേരെ എന്തിനു പോയി, ഡ്രസ്സ് എടുക്കാൻ പോയി. അവിടെയും കുറേ നേരമൊക്കെ കറങ്ങി ചുറ്റി തിരിഞ്ഞ് നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിക്കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴുണ്ട് എൻ്റെ മോൻ മുട്ടായി തിന്നുന്നു. ഓ ഗോഡ്, ഇതൊക്കെ എപ്പോൾ ഒപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് കറങ്ങിയ ടൈമിൽ അവന് വിശന്നിട്ട് അവിടെ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ താഴെപ്പം മേടിച്ചതായിരിക്കും. കുറേ ചോദിച്ചിട്ട് എനിക്ക് അവൻ തന്നില്ല. പോട്ടെ. അങ്ങനെ തിരിച്ചു വന്ന് നമുക്ക് മീനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മീനല്ല കേട്ടോ, കക്കയിറച്ചിയാണ് മേടിച്ചത്. കക്കയിറച്ചി മേടിച്ചിട്ട് കുറച്ച് പച്ചക്കറി എല്ലാം എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ നാടൻ പലഹാരങ്ങളെല്ലാം ഇരിക്കുന്നു. അവിടുന്ന് നെയ്യപ്പം കണ്ടോ, ഞാൻ കുറച്ച് നെയ്യപ്പമൊക്കെ മേടിച്ചു. തിരിച്ചു വന്നിട്ട് വിശന്നായിരുന്നു. അപ്പോൾ അവിടെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. പാനിപ്പൂരി, മസാല ദോശ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പാനിപ്പൂരിയാണ് മേടിച്ചത്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകാനിറങ്ങി. ഇനി ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് ഓർത്ത് ദൈവമേ റൂമിൽ ചെന്നിട്ട് ഇനി വൈകിട്ട് കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കണം. അപ്പം നിങ്ങളൊക്കെ ഈ കഴിച്ചത് ആഹാരമല്ല, ഇതും ആഹാരമാണ്, എന്നാലും റൂമിൽ ചെല്ലുമ്പോൾ വിശക്കത്തില്ലേ. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ